വയനാട് കമ്പളക്കാട് ദമ്പതികളെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ് 7 മണിക്കൂറായി ദമ്പതികളും കുഞ്ഞും പോലീസ് സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. ആൾക്കൂട്ടം ആക്രമണമാണ് ഉണ്ടായതെന്നും ദമ്പതികൾ പറഞ്ഞു. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആൾക്കൂട്ട ആക്രമണമെന്ന് ദമ്പതികൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? മഞ്ജുഷ, 3 ദിവസം മുൻപാണ് സംഭവങ്ങളുടെ തുടക്കം. വയനാട് കമ്പളക്കാട് ഭാര്യയും ഭർത്താവിനെയും ഒരു സംഘം വീട് കയറി ആക്രമിച്ചത്. വാടക നൽകിയില്ലെന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം ഇവരെ വീട് കയറി ആക്രമിച്ചത്. തുടർന്ന് ഇവർ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു. എന്നാൽ അന്നും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടെ ഇത്തരത്തിൽ ഇവർ ഇരുവരും കേസ് നൽകാനായി പരാതി നൽകാനായി ഇപ്പോൾ കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. എന്നാൽ നിലവിൽ 7 മണിക്കൂറിലധികമായി നിലവിൽ ഈ ഇരു ദമ്പതിമാരും കുഞ്ഞും ഈ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിൽ SIO CO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇല്ല. 7 മണിക്കൂറായി എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇവിടെ വനിതാ പോലീസ് ഇല്ലെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ഇവരുടെ പേര് മനു ആന്റണി, ഫസീന എന്ന ദമ്പതികൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. ഇവർ ഇരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. പ്രണയ വിവാഹമായിരുന്നു. അതിനാൽ തന്നെ ഇവർക്ക് നേരെ വലിയ ഭീഷണികൾ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് വീട്ടിൽ താമസിക്കുന്നതിൽ 2000 രൂപ വാടക നൽകിയില്ലെന്ന് ആരോപിച്ച് ഇവരെ മർദ്ദിക്കുന്നത്. എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി സ്വീകരിക്കുന്നില്ല, കേസെടുക്കുന്നില്ല. 7 മണിക്കൂർ 3 ദിവസത്തിലധികമാകുന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് നിലവിൽ 7 മണിക്കൂറായി ഈ സ്റ്റേഷനിൽ ഇവർ കാത്തിരിക്കുകയാണ്, കൈക്കുഞ്ഞുമായി കാത്തിരിക്കുകയാണ്. എന്നിട്ടും കേസെടുക്കാതെയാണ് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. മഞ്ജുഷ. ശരി ശ്രീജിത്ത്, ഇത് സംബന്ധിച്ച ദമ്പതികളുടെ പ്രതികരണം കാണാം. രാത്രിക്ക് എൻ്റെ കെട്ടിയവൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ കൊച്ചും കൂടി സാധനം വാങ്ങാണ്ടി മൂപ്പരടുത്തേക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൻ്റെ ഓണർ മൂപ്പരോട് പൈസ വാടക തരാനുണ്ടല്ലോ ബാലൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരൻ തരാം അംസക്കാർ 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പരൻ തെറി വിളിച്ചിട്ട് കൈ കയറി പിടിച്ച്. അപ്പോൾ മൂപ്പർ കൈ കുടഞ്ഞാൽ അയാൾ നാട്ടുകാർ കൂടിയപ്പോൾ അയാൾ തലറങ്ങി പോലെ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ സ്റ്റേഷനിൽ, കമ്പളക്കാട് സ്റ്റേഷനിൽ, അവിടെ അത്രയും ചെക്കന്മാരുടെ ഇടയിൽ വെച്ചിട്ട് ഓരോ മോൻ വന്നിട്ട് എന്നെ കയറി പിടിച്ച്, അവൻ്റെ കൂട്ടുകാരന്മാർ വന്നിട്ട് എന്നെ കയറി പിടിച്ച്, എൻ്റെ കെട്ടിയവനെ അടിക്കാൻ നോക്കി, അടിച്ച് മോന്തൊക്കെ കെട്ടടിച്ച്. അത് കഴിഞ്ഞ് ഇവിടെ പരാതി കൊടുക്കാൻ രാത്രി കമ്പളക്കാട് സ്റ്റേഷനിൽ ഇവിടെ വന്ന് പരാതി കൊടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ഞങ്ങൾ ചോറുന്നോണ്ടിരിക്കുമ്പോൾ ഇവരെ കൂട്ടുകാരന്മാരും ഈ താഹിർ എന്ന് പറയുന്ന അംസക്കാരൻ്റെ 3 മക്കളും 10-25 ചെക്കന്മാരും കൂടി വീട്ടിൽ കയറി വന്നിട്ട് വാതിൽ ചവിട്ടി തുറന്ന് ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തുറക്കൂല, എൻ്റെ കെട്ടിനും കൊച്ചു അകത്തുള്ള ഞാൻ തുറക്കൂല എന്നാണ്. അന്നേരം ഓൻ എന്നെ കുറേ അടിച്ച്, വാതിക്കലിട്ടിട്ട് കുറേ അടിച്ച്. ആൾക്കാരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത അത്ര മോശമായ ഒരു സ്ത്രീനെ പറയാൻ പറ്റാത്ത അത്ര വലിയ തെറികൾ ഓൻ വിളിച്ച് അത് കഴിഞ്ഞ് ഓൻ ചവിട്ടി തുറക്കുന്നതിൻ്റെ ഇടയിൽ ഓൻ എന്നെ മോശമായിട്ട് എന്നെ കയറി പിടിച്ചു, എൻ്റെ ശരീരത്തെല്ലാം കയറി പിടിച്ചു ഓനും എൻ്റെ ചെക്കന്മാരും. എൻ്റെ ഇനി വാടക തരാൻ പറ്റില്ലെങ്കിൽ എൻ്റെ കൂടെ പോരെ, വാടക ഞാൻ മുതലാക്കിക്കോളാം എന്നാണ് അത്ര ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട്.